ശിവജിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം കല്യാണിലെ സുബേദറായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ശിവജിയുടെ സേന ജയിച്ചു. വിശ്രമിക്കാനായിട്ട് അദ്ദേഹം പടകുടീരത്തിൽ തിരിച്ചെത്തി. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പടനായകൻ ഇദ്ദേഹത്തെ വ്യക്തിപരമായി മുഖം കാണിക്കാൻ ആ പടകുടീരത്തിലെത്തുന്നത്. അവിടെ ടെൻറ്റ് പോലെ അടിച്ച് ഛത്രപതി ശിവജി വിശ്രമിക്കുകയാണ്. അദ്ദേഹം കയറി ചെന്നു, തൊഴുതു. പരിപൂർണമായിട്ടും കല്യാൺ പിടിച്ചെടുത്തവരും സുബേദാറിനെ കീഴടക്കിയവരൊക്കെ പറഞ്ഞു. അന്വേഷണം പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നിന്നും വളരെ വിലയേറിയ ഒരു രത്നം കിട്ടിയിട്ടുണ്ട്, അത് അങ്ങേക്ക് കാഴ്ചവെക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശിവജി പറഞ്ഞു, കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അത് അമൂല്യമാണ്, വളരെ വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് അവിടെ വന്നത് നേരിട്ട് കാണണം. ഞങ്ങൾ ഇവിടെ ഈ പടകുടീരത്തിൻ്റെ മുന്നിൽ പല്ലക്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് കാണുകയല്ലേ. വീട്ടിലൊരു വലിയ ആൾ വന്നാൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കില്ലേ. അതാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഏതായാലും ജയിച്ചതിൻ്റെ ഉത്സാഹത്തിൽ പടത്തലവൻ ഇങ്ങനെ പറഞ്ഞപ്പം ശിവജി ഇറങ്ങിച്ചെന്നു എന്ന് ചരിത്രം പറയുന്നു. അവിടെ ചെന്നു. ഒരു പല്ലക്കാണ്. ആ പല്ലക്ക് 4 പേരുടെ തോളിലിരിക്കുക. ആ പല്ലക്ക് വളരെ നേർത്ത ഒരു തിരശ്ശീല കൊണ്ട് ആ പല്ലക്ക് മൂടിയിട്ടുമുണ്ട്. അതിൻ്റെ കിളിവാതിലുകൾ അകത്തൊരാൾ ഇരിപ്പുണ്ട്. ശിവജി അവിടെ ഇറങ്ങിച്ചെന്നു. നേർത്ത നിഴല് പോലെ കാണാവുള്ളൂ. അത് ഇറങ്ങിച്ചെന്നു. ആ തിരശ്ശീല പതുക്കെ കൈകൊണ്ട് അങ്ങോട്ട് മാറ്റി നോക്കിയപ്പോൾ കാണുന്നത് കല്യാണിലെ സുബേദാറിൻ്റെ മരുമകൾ ഭയന്ന് വിറച്ച് ശിവജിയെ കണ്ട ഉടൻ തന്നെ 2 കൈ കൊണ്ടും മുഖം പൊത്തി പേടിച്ചരണ്ട് നിൽക്കുകയാണ്. അന്ന് ഭാരതത്തിൽ അറിയപ്പെടുന്ന സൗന്ദര്യമുള്ള സ്ത്രീകളിൽ, യുവതികളിൽ ഒരാളായിരുന്നു കുട്ടി. ശിവജി അവർ നോക്കി. പിന്നീട് കാണുന്നത് തൻ്റെ 2 കൈകളും കുപ്പി ആ സിംഹതുല്യനായ ചക്രവർത്തി പറഞ്ഞു, അമ്മയെ ക്ഷമിക്കണം. ഈ യുവതി പരിഭ്രമത്തോടെ മുഖം പൊത്തിയിരുന്ന വിരലുകൾ മാറ്റി. അവർ ഇദ്ദേഹത്തെ നോക്കുമ്പോൾ പറയാണ്, ഇത് ഭാരതമാണ്, ഇത് യോഗഭൂമിയാണ്, പുണ്യഭൂമിയാണ്. ഇവിടെ സ്ത്രീകൾ ഞങ്ങൾക്ക് അമ്മമാരാണ്. ഈ ശിവജി ഭരിക്കുന്ന ഈ നാട്ടിൽ നോട്ടം കൊണ്ടുപോലും അമ്മയെ അപമാനിക്കാൻ ഒരാളും ധൈര്യപ്പെടില്ല. എന്നിട്ട് അടുത്തുനിന്ന ഈ പല്ലക്കെടുത്ത് നിന്റെ നേതാവിനോട് പറഞ്ഞു, ഇവരെ രാജമാതാവിന് കൊടുക്കേണ്ട സകല പരിഗണനയും സംരക്ഷണവും കൊടുത്ത് വിശ്രമിച്ചതിന് ശേഷം ഇവരുടെ പിതാവിൻ്റെ കൊട്ടാരത്തിലെത്തിക്കുക. ഇത് പറഞ്ഞിട്ട് ഛത്രപതി ശിവജി കുടീരത്തിലേക്ക് തിരിച്ചുപോയി, പടകുടീരത്തിലേക്ക്. ഈ വാർത്തയെന്ന് അറിയിച്ച വലിയൊരു വില പിടിച്ച രത്നം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ആ പടത്തലവൻ്റെ മാനസികാവസ്ഥ ഊഹിച്ചാൽ മതി. ഇദ്ദേഹം തിരിച്ചു അവിടെ ചെന്നു. ശിവജിയുടെ മുന്നിൽ കുറ്റബോധത്തോടെ ശിരസും താഴ്ത്തി നിൽക്കുമ്പം ശിവജി പറയുന്നുണ്ട്, അങ്ങേക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ? ഈ ഭാരതം സ്ത്രീകളെ എങ്ങനെയാണ് കാണുക? നമുക്ക് അവർ അമ്മമാരല്ലേ? ഒരക്ഷരം മിണ്ടാതെ പോവുകയാണ് അദ്ദേഹം തിരിച്ച്. ഈ മൂല്യം ജീജീബായി ആ കുഞ്ഞായിരിക്കെ ശിവജിയിൽ നട്ടുവളർത്തിയതാണ്. ഇങ്ങനെ ഓരോ അമ്മമാരും നമ്മുടെ ആൺകുട്ടികളിൽ ഈ ധർമ്മബോധം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പത്രത്തിൽ കാണുന്ന പീഡന കഥകൾ ഒരു സ്വപ്നമായിട്ട് മാറും. മറ്റൊന്ന് പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. അത് വിവേകാനന്ദ സ്വാമിയെ സംബന്ധിച്ചാണ്. അദ്ദേഹം അവിടെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലുമൊക്കെ
കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച സമയം. സുന്ദരനാണ്, ചെറുപ്പക്കാരനാണ്, പ്രശസ്തനാണ്, ലോകം മുഴുവനും കീർത്തിക്കപ്പെടുന്നവനാണ്. ആ യുവാവിനെ കണ്ട് ആവേശം കൊണ്ട ഒരു ലോക ജനതയെ നമുക്കന്ന് കാണാം. വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് പ്രസംഗശേഷം പലരും വരും. അങ്ങനെ അന്ന് ഏറ്റവും ഒടുവിൽ കയറി വന്നത് ഒരു യുവതിയാണ്. യൂറോപ്പിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സംഭവം. ഏതായാലും നമുക്കതിൻ്റെ കാതലായ കാര്യം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. സ്വാമിയുടെ അടുത്ത് നിന്നു, തൊഴുതു, ചോദിച്ചു എന്താണ് എന്ത് വേണ്ടത് എന്നുള്ള രീതിയിൽ സ്വാമിജി ആ യുവതിയുടെ മുഖത്ത് നോക്കി. അവർ തൊഴുകയോടെ പറഞ്ഞു, സ്വാമിജി, എനിക്ക് അങ്ങയെപ്പോലെ ഒരു പുത്രൻ വേണം. ഇതാണ് ആ യുവതി യുവാവായ ശക്തനായ നരേന്ദ്രനോട്, വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞത്. ചരിത്രം പറയുന്നു, വിവേകാനന്ദ സ്വാമികൾ തൻ്റെ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, അതിനെന്താ, ഈ നിമിഷം തന്നെ അത് ഞാൻ സാധിച്ചു തരാമല്ലോ. ഇതാ അവിടുത്തെ പുത്രൻ വിവേകാനന്ദൻ, കൽപ്പിച്ചുകൊള്ളുക. ഈ മകൻ അമ്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഒരു നൂറ്റാണ്ടിന് ഒരു വിവേകാനന്ദനെ ഈ ഭൂമിക്ക് താങ്ങാൻ സാധിക്കൂ. ഈ വാക്കുകൾ ആലോചിച്ച് നോക്കുക. തനിക്ക് എന്തും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഏത് യുവതിയെ കണ്ടാലും തൻ്റെ അമ്മ ഭുവനേശ്വരി അമ്മയുടെ പ്രതിബിംബമാണ് ഈ ലോകത്ത് കാണുന്ന സകല സ്ത്രീകളും എന്ന് ഉറക്കണമെങ്കിൽ ആ വിത്ത് പാകി നട്ട് വളർത്തിയത് ഭുവനേശ്വരി അമ്മയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുമാണ്. ഇത് നമുക്ക് സാധിക്കണം. അപ്പോഴല്ലേ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരായി നിൽക്കൂ. അപ്പോഴല്ലേ നമ്മുടെ ആൺകുട്ടികളെ, യുവാക്കളെ ധീരന്മാർ എന്ന് വിളിക്കാൻ സാധിക്കൂ. ഈ ധീരതയുടെ പാഠമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ അതേപടി പിടിച്ചു പറിച്ചായാലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് അടിമയാണ്. അവൻ ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. അവനാണ് യഥാർത്ഥ അടിമ. മറിച്ച് ധർമാധർമ്മങ്ങളുടെ ഉരകല്ലിൽ ഉരച്ചു നോക്കി അരുതാത്തതിനെ മാറ്റി നിർത്താൻ കഴിയുന്നവൻ്റെ പേരാണ് ധീമാൻ, ധീരൻ. അത്തരം കുട്ടികളെയാണ് ഭാരതത്തിനാവശ്യം, ലോകത്തിനാവശ്യം, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ. അത് സാധിക്കുന്നത് അമ്മയ്ക്കാണ്. അമ്മയുടെ കൂടെ കിടന്ന് ആ കുഞ്ഞുറങ്ങുന്ന കാലത്ത് അവന് ഇത്തരം കഥകൾ ഉള്ളതുകൊണ്ട് ഭാഷ പറഞ്ഞാൽ ആ അമ്മിഞ്ഞ പാലോടൊപ്പം, അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ എന്ന് പാടുന്നുണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് തിരുത്താം. ആ അമ്മിഞ്ഞ പാലോടൊപ്പം ആ കുട്ടിക്കേകുന്ന സദ്ഭാവങ്ങളും സത്കഥകളുമാണ് ഇവിടെ ഒരു വിവേകാനന്ദനെ സൃഷ്ടിക്കുന്നതും ഒരു ഹിറ്റ്ലറെ സൃഷ്ടിക്കുന്നതും.